വേറെ വല്ല കംപ്ലൈന്റും വിളിച്ചു പറഞ്ഞാൽ അത് KCBന്റെ കൺട്രോളിലുള്ളതാണ്. അപ്പൊ ഈ ചാർജും കൂടെ ആരെ കൺട്രോളിലാണ്? മറ്റൊരു വീഡിയോ വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആൾറെഡി മനസ്സിലാക്കി കാണും. അതേ ഗൈസ്, നമ്മൾ ചാർജ് മോഡിനെ കുറിച്ച് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്യുന്നതും കുറേ ആളുകൾ ഫേസ് ചെയ്യുന്നതുമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത താരിഫ് സിസ്റ്റം. പുതിയ താരിഫിലെ ചാർജസ് ഒരു സാധാരണക്കാരന് താങ്ങുന്നതിലും അധികമാണെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി ടു പിറ്റേ ദിവസം 10 മണി വരെ ഏകദേശം 16.79 പൈസയും, അതേ സമയത്ത് 10 മണി ടു 4 മണി വരെ ഏകദേശം 10.03 പൈസയാണ് ഇപ്പോഴത്തെ താരിഫ് സിസ്റ്റം വന്നത്. എൻ്റെ വണ്ടിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ എൻ്റെ വണ്ടി ഏകദേശം 4.5 യൂണിറ്റാണ് 0 to 100 വരെ ഫുൾ ചാർജ് ആക്കാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ വണ്ടി KCB ചാർജ് മോഡിലാണ് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്ക് ശേഷമാണെങ്കിൽ എനിക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 75.55 പൈസയാണ്. ഇനിയിപ്പോൾ ഞാൻ രാവിലെ 10 മണി ടു വൈകുന്നേരം 4 മണിയുടെ ഉള്ളിലാണ് എൻ്റെ വണ്ടി ചാർജ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 45.1 പൈസയാണ്. എൻ്റെ വണ്ടി 4 മണിക്ക് ശേഷവും മുന്നേയും ചാർജ് ചെയ്യണതുകൊണ്ട് എനിക്ക് വരുന്ന ഡിഫറൻസ് ഏകദേശം 30 രൂപയാണ്. ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അതും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അത് ആലോചിക്കണം, സബ്സിഡി തന്നിട്ടാണ് നമ്മൾ ഈ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ എഫിഷ്യൻസി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. സാധാരണ ഒരു സ്പ്ലെൻഡർ എന്ന് വെച്ചാൽ പുതിയ ഇറങ്ങുന്ന ഒരു BS6 സ്പ്ലെൻഡറിൻ്റെ ഫുൾ സർവീസ് കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയുടെ മൈലേജ് ആണ് ഏകദേശം 90 to 100 ആണല്ലോ. നിങ്ങൾക്ക് ആരോട് ചോദിച്ചാലും പറയും ഒരു 90 എബോ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട് ഫുൾ സർവീസ് കഴിഞ്ഞ് കേട്ടോ. ഈ വണ്ടിക്ക് എനിക്ക് മൈലേജ് ഏകദേശം കിട്ടുന്ന പറഞ്ഞാൽ 110 to 120 കിലോമീറ്ററാണ്. ഇനി ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി നിങ്ങൾ ആലോചിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 75 രൂപയും കൊടുക്കണം, 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നാലേ എനിക്ക് എന്ത് ചെയ്യും ഇത് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റൂ. അതേ സമയത്ത് 106 രൂപ കൊടുത്ത് 95 കിലോമീറ്ററോളം കിട്ടുന്ന ഒരു സ്പ്ലെൻഡർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ 6 മണിക്കൂർ വെയിറ്റും ചെയ്യേണ്ട 31 രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, 31 രൂപയുടെ ആ ഒരു വ്യത്യാസത്തിനാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് എനിക്ക് എവിടെയാണ് ലാഭം കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് എഫിഷ്യൻ്റായി നിൽക്കുന്നത്? ടൈമാണോ? അല്ല. ഫ്യുവലാണോ? അല്ല. ഇപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോൾ വണ്ടി എടുക്കുന്നതാണ് നല്ലതെന്ന് തന്നെ ഞാൻ പറഞ്ഞു പോകും ഈ ഒരു പുതിയ താരിഫ് സിസ്റ്റത്തിനോട്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഈ വില കൂട്ടിയത് കൊണ്ട് ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മൾ അറിയാൻ പോവുകയാണ്. ഒരു നാടിൻ്റെ മൊത്തം സങ്കടം. നമ്മൾ ഇന്ന് കോഴിക്കോട് പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷകൾ EV ഓട്ടോറിക്ഷകൾ ഉള്ള സ്ഥലമാണ് കോഴിക്കോടാണ്. നമ്മൾ അവിടെ പോയി ഒരു സർവേ നടത്താൻ പോവുകയാണ്. ഈ താരിഫ് ഉയർത്തിയതിന് ശേഷം അവൾക്ക് എന്തേലും ഉപകാരങ്ങൾ അവൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ KCB ചാർജ് മോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. അപ്പോൾ അതറിയാൻ വേണ്ടി നമ്മൾ ഇന്ന് കോഴിക്കോട് പോയി അവളുടെ അഭിപ്രായങ്ങൾ മൊത്തം നിങ്ങളെ അറിയിക്കാൻ പോവാം. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ പാഞ്ഞു വരികയാണ്. പാഞ്ഞു വന്നിട്ടാണ് നമ്മൾ ഇവിടെ ചാർജ് വെക്കുക. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടെ ചോപ്പാവും. അപ്പൊ നമ്മൾ വിളിച്ച് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാൽ പറയും എയർടെല്ലിന്റെ കംപ്ലൈന്റ് ആണ്, എയർടെല്ലിൽ ശരിയാക്കുകയാണ്, മെയിൻ്റനൻസ് ആണെന്ന് പറയും. ഇവിടെ ഏകദേശം എത്ര ചാർജ് പോയിന്റ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഇതൊന്ന്, ഇത് വള്ളിയിൽ ഹാർബർ. ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുത്തങ്കാവും അവിടെ ഒന്ന്, സ്വരാപുരം പാർക്കിന്റെ അവിടെ ഒന്ന്. അപ്പൊ 3 ആയി അല്ലേ? അവിടുന്ന് ഇങ്ങനെ വരുമ്പോ ഇരിഞ്ഞപ്പാലത്തിന്റെ അവിടെ. ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് പുതിയാപ്പ വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-6-7 കിലോമീറ്റർ ഉണ്ടാവും. ഒരു ചാർജ് പോയിന്റ് ഇല്ല. ഇവിടെ ഈ കാണുന്ന എല്ലാ ചാർജ് പോയിന്റിലും മെയിൻ്റനൻസ് ആണ്, കംപ്ലൈന്റ് ആണ്. എത്ര വർഷമായി എടുത്തിട്ട്? ഈ വണ്ടി എടുത്ത് നമ്മൾ ഈ ചാർജ് ഫസ്റ്റ് ഇറങ്ങിയ പാടെ നമ്മൾ എടുത്ത ആൾക്കാരാണ്. 2019 നമ്മൾ ഈ കറണ്ടിന്റെ ഇനിയൊരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ കാണാത്തൊരു രഹസ്യം കൂടെ ഉണ്ട്. ഈ സാധനം ഞാൻ എടുത്തിട്ടതാട്ടോ. ഇത് ഞാൻ എടുത്തിട്ടതാ. ഈ സാധനം ഈ സാധനം ഞാൻ എടുത്തിട്ടതാ. അതെ, ഞാൻ എടുത്തിട്ടതാ. ഇതിങ്ങനെ പൊളിഞ്ഞിടക്കായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് ഞങ്ങൾ കെട്ടിയിട്ടതാണ്. മനസ്സിലാക്കണം, ഇത് ഞങ്ങൾ കെട്ടിയതാണ്. ഓട്ടോക്കാര് ഞങ്ങൾ കെട്ടുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ? ഇതാ ഈ കാണുന്നുണ്ടോ? ഇതൊക്കെ വന്ന് എടുക്കണം നിങ്ങൾ. ശരിക്കും ഞങ്ങൾ വെച്ചതാണ്. എന്തിനെന്നറിയോ? മറിയാതിരിക്കുക. അത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു പണിയെടുക്കുന്നവരൊക്കെ ഒന്ന് കൈക്കോട്ട് വാങ്ങി മണ്ണൊക്കെ കുത്തി കളച്ച് ഇതിന്റെ മേലെ ഇട്ടിട്ട് ഈ കല്ല് ഞാൻ എടുത്തു വെച്ചതാണ്. ഇതൊക്കെ ഞങ്ങൾ ഒട്ടിച്ചതാ. എന്തിനാന്നറിയോ?
ഇതെന്തിനാണെന്നറിയോ? ഇതിലൊട്ടിക്കാൻ വേണ്ടി ഇതിലൊട്ടിക്കാം. കാരണം ഇത് ഞങ്ങളെ ജീവിതമാർഗാണ്. ഞങ്ങളെ ജീവിതമാർഗാണ് ഈ സാധനം. ചാർജിങ് ഇതില്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ചെറിയ ഇടവഴിയാണ്, നമ്മളെ വീട്ടിലേക്ക് വണ്ടി പോവില്ല. നമ്മൾ കിലോമീറ്റർ കണക്കിൽ വയറ് വലിച്ചിട്ട് നമുക്ക് ചാർജ് കുത്താനുള്ള കപ്പാസിറ്റി നമുക്കില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ആ ബീച്ചില് സ്പീഡ് എൻക്വയർ എന്ന് പറയാം, നമ്മളെ പണ്ടത്തെ ലൈറ്റ് ഹൗസ് ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോന്ന്. അത് കുറെ കാലം കംപ്ലൈന്റ് ആയിരുന്നു, ഇപ്പോഴാണ് നന്നാക്കിയിട്ടുള്ളത്. അതും ഇതന്നെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ആ വേറെ വല്ല കംപ്ലൈന്റും വിളിച്ചു പറഞ്ഞാൽ അത് KCBന്റെ കൺട്രോളിലുള്ളതാണ്. അപ്പൊ ഈ ചാർജും കൂടെ ആരെ കൺട്രോളിലാണ്? സത്യം പറയാൻ നമുക്ക് അറിയണില്ല. ഇത് KCBന്റെ സ്റ്റേഷനാണ്. KCB കറണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ചാർജർ ഈ സാധനമൊക്കെ വെക്കുന്നത് വേറെ ആളുകളാണ്. ഇതില് ഈ സാധനത്തിൽ ഇത് അവിടെ ഉണ്ടാവും. ഇത് മീറ്ററാണ്. ഇതിന്റെ അവസ്ഥ കണ്ടില്ലയോ? ഇത് പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ സ്വിച്ച് കണ്ടോ? ഇത് കണ്ടങ്ങള് കണ്ടുവോ? ഫിറ്റിംഗ് അല്ല. കാരണം ഇതൊക്കെ ഞങ്ങൾ ഭദ്രമായിട്ട് കൊണ്ടുനടക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ ജീവിതം ഇതാണ്. കറണ്ട് കുത്തിയിട്ട് നമുക്ക് ഓടാൻ പറ്റുള്ളൂ. ഇവര് പൈസ കൂട്ടി, ചാർജ് മുകളിൽ പൈസ കൂട്ടുന്നുണ്ട് KCBയില്. KCBയോട് ചോദിച്ചാൽ ഞങ്ങളല്ല കൂട്ടുന്നത്, ചാർജ് മൂടിന്റെ പ്രൈവറ്റുകാരാ കൂട്ടുന്നത്. ഇവരോട് ചോദിച്ചാൽ പറയും അവരാണ് കൂട്ടുന്നത്. മൊത്തത്തില് എന്താ പറയാ, ജീവിതമാർഗം മുട്ടി നിൽക്കുക. സത്യം പറഞ്ഞാൽ അതാണ് സത്യം. ഇതില് പെർമിറ്റ് കൊടുത്തിട്ടുള്ളതാണ്. എങ്ങനെയാണെന്നറിയോ? ഇലക്ട്രിക് വെഹിക്കിൾ, അതായത് ഓട്ടോറിക്ഷ കേരളം മൊത്തം പോവാ. എങ്ങനെ? കേരളം മൊത്തം പോവാന്നാ പറയണേ. ഈ കേരളം മൊത്തം പോവാനുള്ള മുതലുണ്ട് അവിടെ. ആകെ 170 കിലോമീറ്ററാ കിട്ടുക. പാലക്കാട്ടേക്ക് കോഴിക്കോട് നിന്ന് 145 കിലോമീറ്ററാ. 145 പോയി കഴിഞ്ഞാൽ റിട്ടേൺ വരണമെങ്കിൽ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യണമെങ്കിൽ ചാർജിന്റെ സ്റ്റേഷൻ വേണം. സ്റ്റേഷൻ എല്ലാവിടെയും കംപ്ലൈന്റ് ആണല്ലോ. എന്ത് ചെയ്യും? നമ്മളെങ്ങനെ വരും? അപ്പൊ ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേര്? സലീം. അപ്പോ ചേട്ടാ എത്ര വർഷമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? 93 ഓടിക്കാനുണ്ട്. 93. അപ്പോ എത്ര വർഷമായി EV ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഇത് 1.5 കൊല്ലം. 1.5 കൊല്ലം. 100 സംതിങ് 100ന്റെ അടുത്ത് EV ഓട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 2000-ഓളം പുറത്ത് ഓട്ടോ ഉണ്ട്. പക്ഷെ നമ്മുടെ ചാർജിങ് സ്റ്റേഷനിൽ 100 മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പൊ അത് കുറവാണോ? ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ഇനി കൂടണം? അത് കുറവാണ്. കാരണം പറയാ വെച്ചാല് ഇവിടെ 10 കിലോമീറ്റർ പരിധിയിലും ഒന്നും ചിലപ്പോൾ കാണാൻ കഴിയില്ല. ഇപ്പൊ സിറ്റിന്റെ ഉള്ളിൽ നിറങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ഒരു 500 മീറ്ററിലുണ്ട്, 1 കിലോമീറ്റർ പരിധിയിലുണ്ട്. അപ്പുറം അങ്ങനെ ഉണ്ട്. നല്ലാണ്ട് സിറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ സംവിധാനമേ കാണൂല. ചാർജും കൂടുതൽ ഒന്നുമില്ല. KCBന്റെ ആണ് ഓരോ പവർ സ്റ്റേഷൻ എടുത്ത് മാത്രമേ ഉള്ളൂ. ചാർജും കൂടാണ് തൊഴിലാളി മറ്റേ ഓട്ടോക്കാർ ആശ്രയിക്കുന്നത്. KCBനെ മറ്റുള്ളവരോട് കണ്ടിട്ടില്ല. KCB ലൈൻ തരുന്നുണ്ട് എന്നല്ലാണ്ട് ഓരോ ഈ ബൂത്തുകളില്ല. ഓരോ ബൂത്തുകളിൽ ഓരോ പവർ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. അതിപ്പോ അവിടെ വരെ പോകാൻ പറ്റില്ല. 2 ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ചേട്ടാ പെട്രോൾ വണ്ടി EV വണ്ടി രണ്ടും ഓടിക്കുമ്പോ EV വണ്ടി കുറച്ചും കൂടെ ലാഭകരമായി തോന്നിയിട്ടില്ലേ? പിന്നെ തോന്നിയിട്ടുണ്ട്. അത് ലാഭകരം കൊണ്ടാണല്ലോ ആൾ കൂടുതൽ എടുക്കുന്നത്. വണ്ടി സൗകര്യത്തിനും ഇലക്ട്രിക്കിന് സൗകര്യവും മറ്റേ പെട്രോളിന്റെ ഡീസലിന് പിന്നാലെ നടക്കണ്ടേ. അത് പമ്പ് ലീവാണെങ്കിൽ സമരമാണെങ്കിലും പ്രശ്നമല്ലേ. ഇതിപ്പോ ആ ബുദ്ധിമുട്ടില്ലല്ലോ. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് വരെ ഇതിന് റേറ്റ് കുറവായിരുന്നു. ചാർജിങ് പോയിന്റിൽ ചാർജിങ് കുറവായിരുന്നു. അതായത് ഇപ്പൊ ഒരു കൂടിയെന്ന് പറഞ്ഞാൽ 20% കൂടിയെന്നുള്ളൂ. മാറ്റം വന്നിരിക്കുന്നത്. അത് മറ്റേ വെച്ചാൽ ഇപ്പൊ 100ന് പുറത്ത് നടക്കും. മറ്റൊരു ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ 100 ചോടാൻ മതിയായിരുന്നു. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് നമ്മൾ പരാതി പറയല്ലോ കേട്ടോ. എന്താ കാരണം വെച്ചാൽ ഉള്ളത് പറയാലോ. പെട്രോൾ ഇതും തച്ചിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലാഭം തന്നെയാണല്ലോ. പക്ഷെ ആ ലാഭം നോക്കി മുതലെടുക്കരുത്. അതേ പറയുന്നതേ ഉള്ളൂ. കാരണം ആളെ ആശ്രയിക്കുന്നതല്ലേ. എന്തെങ്കിലും പച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് വായുന്നത്. നമ്മൾ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞാൽ ഈ ചാർജിന് ടൈം ഇതെല്ലാം നഷ്ടം വരുമ്പോൾ അത് നഷ്ടമായിരുന്നു. താരിഫിൽ വന്ന മാറ്റം ബാധിക്കുന്നുണ്ട്. ബാധിക്കും. ചേട്ടാ നമസ്കാരം. നിങ്ങളുടെ പേര്? എന്റെ പേര് ഷബീബ്. ചേട്ടന്റെ പേര്? ചാർജിങ്ങൊരു ആശ്വാസമായിരുന്നു മുമ്പ് വരെ. ഏകദേശം കഴിഞ്ഞ മെയ് 16 കിലോവാട്ടിന് 10 രൂപ 3 പൈസ അങ്ങനെ. ഇപ്പൊ അത് വൈകുന്നേരം 4 കുറച്ചുകൂടെ ഉറക്കെ പറയാം. വൈകുന്നേരം 4 മണി മുതൽ രാവിലെ 9 മണി വരെ 16.79 വരെ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ചാർജ് ചെയ്യുന്ന ടൈമാണ് ചാർജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഇലക്ട്രിക് വണ്ടി നമ്മൾ ഡീസൽ വണ്ടി നമ്മൾ വലിയൊരു മാറ്റില്ലാത്ത വലിയ ബുദ്ധിമുട്ടാണ്.
പിന്നെ അതൊക്കെ സിറ്റിയിൽ ഓട്ടോ മാത്രമേ 2000 പുറത്തുണ്ട്. ഈ കോഴിക്കോട് കോർപ്പറേറ്റ് പരിധിയിൽ മാത്രം അതിന്റെ പുറത്ത് വേറെ. അവിടെ പോസ്റ്റുകൾ വളരെ ചുരുക്കമാണ്. അതായത് ഒരു വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ഫുള്ളാവുന്നവരെ മറ്റുള്ള വാഹനം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് കംപ്ലൈന്റ് ഒന്നും തീരെ അവർക്കൊന്നും അതൊന്നും ഒരു മൈൻഡ് അല്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഈ കംപ്ലൈന്റ് അവരൊന്നും അത്ര കെയർ ചെയ്യുന്നില്ല. കംപ്ലൈന്റ് ആണോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കംപ്ലൈന്റ് ആണോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇതാണ് പറഞ്ഞത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് നമ്മൾ. നമുക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് 30 രൂപ കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ബ്ലോക്ക്, ചാർജ്, വെയിറ്റിങ് എല്ലാം പോകുന്നില്ലേ? അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ കയ്യിൽ നിന്നാണ് ഈ 325 240 പകരം ഒറ്റയടിക്ക് 325 പോണത്. അപ്പൊ അതൊന്നും കൂടി താങ്കൾ പുനഃപരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതിന്റെ പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ചാർജ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കട്ടായി പോകും. കട്ടായി പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചാർജ് മോഡിന് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. നിങ്ങളെ ഇത് വണ്ടി കട്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ആ റെസ്പോൺസ് ഒന്നുമില്ല. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേര്? അബ്ദുള്ള. അബ്ദുള്ള. എവിടെ വരുന്നത്? എവിടെ നിന്ന്? അവിടെ മേത്തോട്ട്. എവിടെയാണ്? മേത്തോട്ട്. കോഴിക്കോട്ടുകാരനാണോ അതോ? ഇല്ല ഞാൻ പുറത്ത് ആസാമിൽ നിന്ന് വരും. എത്ര വർഷമായി നാട്ടിലെത്തിയിട്ട്? ഇവിടെ 15 വർഷം. 15 വർഷമായിട്ട് കോഴിക്കോട്. ചേട്ടൻ 15 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുകയാണോ അതോ? ഇല്ല ഞാൻ 2 വർഷം. 2 വർഷമായിട്ട് ഇലക്ട്രിക് ഓട്ടോയാണ് ഓടിക്കുന്നത്? ഇല്ല, അതിന് മുന്നേ ഞാൻ ഡീസൽ വണ്ടി ആയിരുന്നു. അപ്പൊ ചേട്ടാ ഡീസലിൽ നിന്ന് EV-യിലോട്ട് വന്നപ്പോ എന്തൊക്കെയാ ഉണ്ടായ ബെനിഫിറ്റ്? എന്തൊക്കെയാ ബെനിഫിറ്റ് പറയാൻ ഇത് ആകുമ്പോ ചാർജ് 120 രൂപ 100 രൂപ ചാർജിന് നമ്മളൊരു 1000-1200 രൂപ പണിയെടുക്കാം. പക്ഷെ മറ്റേ ഇത് സുഖമാണ്. വണ്ടിയൊക്കെ ഓടുന്ന തലവേദന ഒന്നുമില്ല. EV ഓടിക്കാൻ സുഖമാണ്. അപ്പൊ ചേട്ടാ എത്ര വർഷം തുടക്കകാലം തൊട്ടേ, അതായത് ഈ 2 വർഷം കൊണ്ട് ചാർജ് മോഡാണ് യൂസ് ചെയ്യുന്നത് ചാർജ് ചെയ്യാനായിട്ട് അതോ? ചാർജിങ് മോഡിൽ ഞാൻ 1 വർഷമായി. 1 വർഷമായിട്ട് ചാർജ് മോഡ്. കുറെ സ്ഥലത്ത് ചാർജിങ് മോഡ് പോയിന്റ് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 3-4 കംപ്ലൈന്റ് ഉണ്ട് അടുക്ക്. അങ്ങനത്തെ ഒന്ന് നോക്കണം. നമ്മളെ വണ്ടിയായിട്ട് വരുമോ പണിയെടുക്കുന്ന സമയം ചാർജ് ഉണ്ടാവില്ല വണ്ടിയിൽ. ഇത് നമ്മൾ സ്വന്തം വണ്ടിയില്ല, വാടക വണ്ടിയാണ്. അപ്പൊ നമ്മള് ആ ടൈമിന് വണ്ടി തിരിച്ച് മുതലാളിന് കൈമിൽ കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ ചാർജൊക്കെ ചെയ്തിട്ടല്ലേ പണിയെടുക്കണം. ആ സമയത്ത് ചില സമയത്ത് ചാർജ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ചില സമയത്ത്. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടത് എന്ന് പറഞ്ഞാൽ ഒരുപാട് EVs ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു സർവേ കഴിഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാകും. ഈ സംശയങ്ങളും ചോദ്യങ്ങളും ബാക്കി വെച്ച് പോകുന്ന ഒരു വ്ളോഗ് ആയിരിക്കില്ല. പകരം ഇതിനുള്ള കുറച്ച് ഉത്തരങ്ങൾ ഞാൻ എൻ്റേതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ്ലി, ഈ KSEB ചാർജ് മോഡിൽ നമ്മൾ 2 സെക്ഷൻ ആക്കുന്നു. ഒന്ന് ചാർജ് മോഡുള്ളതും ഒന്ന് KSEB എന്നുള്ളതും. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കൊണ്ട് ഞാൻ നിങ്ങളോട് അധികം ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ആൾറെഡി അറിയുന്നുണ്ടാവും. അപ്പം നമുക്ക് ഇനി നേരെ ചാർജ് മോഡിലോട്ട് പോകും. ചാർജ് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ EV ചാർജിങ് സ്റ്റേഷൻ മാനുഫാക്ചറിങ് കമ്പനിയും കേരളത്തിലെ ഫസ്റ്റും ഇന്ത്യയിലെ ടോപ്പ് 5 വരുന്ന EV ചാർജിങ് നെറ്റ്വർക്ക് ഇവൽക്കാണുള്ളത്. ഫസ്റ്റ്ലി, ഒരുപാട് ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ഈ ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം വെച്ചിരിക്കുന്നത് ചാർജ് മോഡാണെന്നുള്ളത്. എന്നാൽ ചാർജ് മോഡ് ഒരു ചാർജിങ് നിർമ്മാണ കമ്പനിയാണ്. KSEB ചാർജ് മോഡിൽ നിന്ന് വാങ്ങിയ ചാർജിങ് സ്റ്റേഷൻസ് ആണ് എല്ലാ പോസ്റ്റിനും വെച്ചിട്ടുള്ളത്. ബേസിക്കലി KSEB തന്നെയാണ് ഈ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ എല്ലാം ഓണേഴ്സ്. KSEB ചാർജ് മോഡിൻ്റെ കസ്റ്റമറും നമ്മൾ KSEBിൻ്റെ കസ്റ്റമറുമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചാർജ് മോഡിൽ നിന്ന് വാങ്ങുന്ന ചാർജിങ് സ്റ്റേഷൻസ് അല്ലേ, അതിൽ മിക്കവാറും ചാർജ് മോഡ് നെറ്റ്വർക്കിനെയാണ് ഉപയോഗിക്കുക. എന്നാൽ ഈ ചാർജ് മോഡ് നെറ്റ്വർക്കുള്ള എല്ലാ ചാർജിങ് സ്റ്റേഷനും ചാർജ് മോഡിലല്ല. ഒരു പ്രൈവറ്റ് ചാർജർ നിങ്ങൾ വാങ്ങിയിട്ട് അതിൽ വേണമെങ്കിലും ചാർജ് മോഡിൻ്റെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് ചാർജിങ് സ്റ്റേഷൻ കംപ്ലയിൻസ് ആണ്. എന്ന് വെച്ചാൽ ചാർജിങ് സ്റ്റേഷൻ കംപ്ലൈൻ്റ് ആയി കിടക്കുന്ന അവസ്ഥ. ഒരുപാട് ദിവസം ചാർജ് ചെയ്യാൻ പറ്റാതെ ഓഫായി കിടക്കുകയാണ് ചാർജിങ് സ്റ്റേഷൻ. ചാർജിങ് സ്റ്റേഷൻ പോസ്റ്റും ഒന്ന് വിട്ട് കിടക്കുകയാണ്. ചാർജിങ് സ്റ്റേഷൻ പൊട്ടിപ്പോയി കിടക്കുകയാണ്. ചാർജിങ് സ്റ്റേഷൻ്റെ സ്ക്രൂ പോയി കിടക്കുകയാണ്. ചാർജിങ് സ്റ്റേഷൻ്റെ മീറ്റർ ബോർഡിലെ മെയിൻ സ്വിച്ച് പൊട്ടിക്കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇങ്ങനെ ഫ്രീക്വൻ്റായി ചാർജിങ് സ്റ്റേഷന് പ്രശ്നം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് ആ ചാർജിങ് സ്റ്റേഷൻ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. ഗൈസ്, നിങ്ങൾ ഈ വാറണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സംശയം തോന്നാം. ഈ ചാർജ് മോഡ് എന്ന കമ്പനീൻ്റെ നിങ്ങൾ ചാർജിങ് സ്റ്റേഷൻ പർച്ചേസ് ചെയ്യുകയാണ്, അങ്ങനെ വാങ്ങുന്ന ചാർജിങ് സ്റ്റേഷന് ചാർജ് മോഡ് ഒരു 5 വർഷം വരെ ഫ്രീ സർവീസ് ചെയ്യും. അതിനുശേഷം ആ ചാർജിങ് സ്റ്റേഷൻ മാറ്റി പുതിയ ചാർജിങ് സ്റ്റേഷൻ വെക്കണോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളെ തീരുമാനമാണ്.
എന്ന് വെച്ചാൽ ഓണേഴ്സിന് തീരുമാനം. അപ്പോൾ ഇവിടെ ഓണറായി വരുന്നത് പറയുന്നത് KSEB ആണ്. KSEB വേണം തീരുമാനിക്കാൻ അത് പുതിയത് വെക്കണോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണോ എന്ന്. അപ്പോൾ ഈ വാറണ്ടി കഴിഞ്ഞ ചാർജിങ് സ്റ്റേഷൻ എങ്ങനെ തിരിച്ചറിയാം? ഫ്രീക്വൻ്റ് ആയി ചാർജിങ്ങിൻ്റെ പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും. ഒട്ടും അപ്ഡേറ്റഡ് ആയിരിക്കില്ല, ഒട്ടും മെയിൻറ്റെയിൻഡ് ആയിരിക്കില്ല. പിന്നെ ഒരു 5 വർഷത്തെ കാലപ്പഴക്കം അതിന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ചാർജിങ് സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് പ്രൊഡക്ഷൻ ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഡേറ്റ് നമുക്ക് അത്ര റിലവൻ്റ് ആയി കരുതാൻ പറ്റില്ല. ഞാൻ ഈ വാറണ്ടിയുടെ കാര്യം എടുത്തു പറയാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ടൗണിൽ മാത്രമായിട്ട് 10ഓളം ചാർജിങ് സ്റ്റേഷൻസിന്റെ മേലെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം കൊണ്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം കൊണ്ട് നടക്കലൂടെ ആ ചാർജിങ് സ്റ്റേഷന്റെ ചാർജിങ്ങിന്റെ പ്രശ്നം കൂടിക്കൂടി വരികയാണ്. ഇനി എല്ലാവർക്കും ഒരു മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ വാറണ്ടി കഴിഞ്ഞ ചാർജിങ് സ്റ്റേഷൻ മാറ്റി പുതിയ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ പുതിയ ചാർജിങ് സ്റ്റേഷൻ പുതിയൊരു സ്ഥലത്ത് സ്ഥാപിക്കാനോ വർക്കിംഗ് ഉള്ള ചാർജിങ് സ്റ്റേഷൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനോ ആർക്കാണ് അധികാരമുള്ളതെന്ന്? ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ KSEBക്കാണ്. കറക്റ്റ്ലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് ഇതിനുള്ള ശരിക്കുള്ള അതോറിറ്റി ഉള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഇതിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ടോ ഒരു കംപ്ലൈൻറ്റ് ഇതിനെ ചൊല്ലി തയ്യാറാക്കുക. അതിനുശേഷം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നേരിട്ടോ അല്ലാതെയോ ഈ കംപ്ലൈൻറ്റ് കൊടുക്കുക. ഈ കംപ്ലൈൻറ്റ് ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ നേരായി കിട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചാർജിങ് സ്റ്റേഷനുമേ KSEBിൻ്റെ ചാർജ് ബോണ്ടിൻ്റെ പരിധി എവിടുത്തേണ്ടെന്നാണ്. ഒരു ചാർജിങ് സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റേഷനും ആ സ്റ്റേഷൻ മെയിൻ്റെനൻസും ആ സ്റ്റേഷൻ ഇൻക്ലൂഡ് ചെയ്ത നെറ്റ്വർക്കും ആപ്പ് സപ്പോർട്ടും വരെയാണ് ചാർജ് ബോണ്ടിൻ്റെ പരിധി. ഇനി KSEB പറയുകയാണെങ്കിൽ ആ സ്റ്റേഷന് കൊണ്ടുവന്ന ഇലക്ട്രിസിറ്റി, മെയിൻ സ്വിച്ച്, മീറ്റർ ബോർഡ് അങ്ങനെയുള്ള കോമ്പോണൻസ് എല്ലാതും KSEBിൻ്റെ പരിധിയിലാണ് വരിക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടം വരെയാണ് ആരുടെയൊക്കെ പരിധി എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ താരിഫ് സിസ്റ്റത്തിനെ കുറിച്ചാട്ടോ. ഇനി താരിഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സമയം മുതൽ ഒരു സമയം വരെ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു പൈസ, ആ സമയത്തിന് ശേഷം മറ്റൊരു പൈസയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. അത് കൂടാം കുറയാം. ഇനി KSEBിയുടെ ചാർജിങ് സ്റ്റേഷൻ്റെ താരിഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണി ടു വൈകുന്നേരം 4 മണി വരെ 10.03 പൈസയും, വൈകുന്നേരം 4 മണി ടു പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ 16.74 പൈസയാണ് വരുന്നത്. ഗൈസ്, ഇതെല്ലാം ഞാൻ തുടക്കത്തിലേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ. ഇനി നിങ്ങൾ KCRC എന്ന് കേട്ടിട്ടുണ്ടോ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. എന്നാൽ ഇവരാണ് ശരിക്കും ഈയിടെയായിട്ട് താരിഫ് സിസ്റ്റം പാസ്സാക്കി കൊണ്ടുവന്നത്. ഇവൽക്കാണ് ഈ താരിഫ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ശരിക്കുള്ള അധികാരമുള്ളത്. ഈ KSEB ചാർജിങ് സ്റ്റേഷനിലെ താരിഫ് എമൗണ്ട് കൂടിയതിനെ കുറിച്ച് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചാർജ് ബോർഡിനോടോ KSEBിനോടോ പറഞ്ഞിട്ട് കാര്യമില്ല. പകരം KCRCയിൽ വേണം നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ. എന്നാലേ അതിനെന്തൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. ഗൈസ്, ഞാൻ ഈ താരിഫ് സിസ്റ്റത്തിനൊന്നും എന്തായാലും എതിരല്ല. എന്നാലും കൂട്ടുമ്പോൾ ഒരു 2-3 രൂപ കൂട്ടുന്നതിന് പകരം 6.75 പൈസയാണ് കൂട്ടിയിട്ടുള്ളത്. ഇങ്ങനെ പൈസ കൂട്ടിയിട്ടും വാറണ്ടി കഴിഞ്ഞ ചാർജിങ് സ്റ്റേഷൻസ് റീപ്ലേസ് ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം കൊണ്ടു നടക്കണേ. ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിലൂടെ ചാർജിങ് സ്റ്റേഷന് ഇടയ്ക്കിടെയായിട്ട് കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട്. ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നതിലൂടെ വരുന്ന കസ്റ്റമേഴ്സാണ് എല്ലാ പ്രശ്നം ഫേസ് ചെയ്യുന്നത്. ഇങ്ങനെ റേറ്റ് കൂട്ടിയിട്ടും ചാർജിങ് സ്റ്റേഷൻസിന്റെ എണ്ണം കൂടിയിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ വേണ്ടത്ര ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോഴും ഇല്ല. അതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് കോഴിക്കോട് ഏകദേശം 2000-ൽ പരം EV ഓട്ടോറിക്ഷകളുണ്ട്. ഈ 2000-ൽ പരം EV ഓട്ടോറിക്ഷകൾക്ക് ആകെ 100ഓളം ചാർജിങ് സ്റ്റേഷൻസ് മാത്രമേ ഉള്ളൂ. ഗൈസ്, ഇത്രയും നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത് KSEBിൻ്റെ സൈഡാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ചാർജ് ബോർഡിൻ്റെ മെയിൻ്റെനൻസ് സൈഡാണ് കേട്ടോ. ഈ ചാർജ് ബോർഡിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ആ ചാർജിങ് സ്റ്റേഷൻ നെറ്റ്വർക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പിൻ്റെ അപ്ഡേഷൻസ്, ആ സ്റ്റേഷൻ്റെ സർവീസ്, ഇതൊക്കെയാണ് ചാർജ് ബോർഡിൻ്റെ മെയിൻ്റെനൻസിൽ വരിക. ഈ ചാർജ് ബോർഡ് മെയിൻ്റെനൻസിന് കോഴിക്കോട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ കേട് വന്നാൽ ആ ചാർജ് സ്റ്റേഷൻ റെഗുലറായി ഉപയോഗിക്കുന്നതാണെങ്കിൽ വിത്തിൻ 2 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ആ ചാർജിങ് സ്റ്റേഷൻ നേരാക്കുമെന്നാണ് എന്നോട് അവർ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് അണ്ടർ വാറന്റിയിലാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പെട്ടെന്ന് നേരാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സിൻ്റെ പെർമിഷൻ ഞങ്ങൾക്ക് കിട്ടണം, എന്നാലേ നേരാക്കാൻ പറ്റൂ എന്നാണ് എന്നോട് ചാർജ് ബോർഡ് പറഞ്ഞത്. മറ്റൊരു കാര്യം എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ കോഴിക്കോട് ജില്ലയ്ക്ക് മാത്രമായിട്ടാണ് ഒരു ടെക്നീഷ്യൻ ഉള്ളത്. ബാക്കിയുള്ള ജില്ലകൾക്കെല്ലാം 2-3 ജില്ലകൾ കൂടുമ്പോൾ മാത്രമേ ഒരു ടെക്നീഷ്യൻ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ചാർജിങ് സ്റ്റേഷൻ കോഴിക്കോട് കൂടുകയാണെങ്കിൽ അവരിൽ ടെക്നീഷ്യൻ്റെ എണ്ണം കൂട്ടും കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ചാർജ് ബോർഡിനെ കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയി പോകുന്നില്ല, കാരണം നമ്മൾ ആൾറെഡി ചാർജ് ബോർഡിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്താണ്. ഇനി കൂടുതൽ ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി.
മതിയാകും. ഏകദേശം എല്ലാ സൈഡിലും നമ്മൾ ടച്ച് ചെയ്യുന്ന കരുതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തന്നോന്നും കൂടി കരുതിയിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. പിന്നെ നമ്മളെ വീഡിയോ വേണ്ട അധികൃതരിലോട്ട് എത്തുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ താരിഫിന്റെ വില കുറയ്ക്കുകയും ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടേക്ക് കെയർ, റൈഡ് സേഫ്, സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് മീ മാരിയോ സൈനിങ് ഓഫ്.